ഹായ്, ഞാനിങ്ങനെ എൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടി ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പോൾ നടക്കുമ്പം ഞാനിങ്ങനെ പല കാര്യങ്ങൾ എൻ്റെ ലൈഫിനെ കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ച് വന്നപ്പം ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്തത്, ഇപ്പം ഈ സമയത്ത് എൻ്റെ പല കാര്യങ്ങൾ സ്ലോ ആയി. മീൻസ് ഇത് ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പ്രോഗ്രാംസ് ആയിട്ടും സ്പീച്ചസൊക്കെ ആയിട്ടും ഇങ്ങനെ ഭയങ്കര ഫാസ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ഥാനത്തുനിന്ന് ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് അങ്ങ് സ്ലോ ആയി. ഞാനപ്പോൾ ആലോചിച്ചു ലൈക്ക് വാട്ട് ഈസ് സ്ലോവിങ് മീ ഡൗൺ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, ദാറ്റ് എന്നെ ദൈവം സ്ലോ ആക്കുന്നതാണെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ആൻഡ് ആ സ്ലോ ആക്കുന്നതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനാണെന്നും എനിക്ക് മനസ്സിലായി. എൻ്റെ മനസ്സിലൊരു സ്റ്റോറി വന്നേരം ആ സ്റ്റോറി പറയാം. ഒരു മനുഷ്യനോട് ദൈവം പറഞ്ഞു, ഇറങ്ങി നടക്കാൻ പറഞ്ഞു. നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ ടേക്ക് കെയർ ചെയ്തോളാം, നീ ഇറങ്ങി നടക്കാൻ പറയും. ആ മനുഷ്യൻ എന്തെടുക്കും? എല്ലാം വിശ്വസിച്ച് നടന്ന് ഇറങ്ങി തുടങ്ങും. അങ്ങനെ നടന്ന് പോയി ഹി റീച്ച്ഡ് എ ഡെസേർട്ട്. ഒരു വലിയൊരു ഡെസേർട്ടിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് പുള്ളി എങ്ങും ചെല്ലുന്നില്ല. അപ്പം ദൈവത്തോട് ചോദിക്കും, ഗോഡ് ടെൽ മീ വൺ തിങ്, വാട്ട് ഈസ് ഹാപ്പനിങ്? ഞാൻ കുറേ ആയി ഇങ്ങനെ നടക്കുന്നു ആൻഡ് ഐ എം നോട്ട് റീച്ചിങ് എനിവേ. ഞാൻ കുറേ ആയി ഇങ്ങനെ നടക്കുന്നു ആൻഡ് ഐ എം നോട്ട് റീച്ചിങ് എനിവേ. സോ യു ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പം ഗോഡ് പറഞ്ഞു, ജസ്റ്റ് വാക്ക്, ഐ എം ടെലിങ് യു ടു വാക്ക്. നോ, ഐ എം ടെലിങ് യു വാക്ക്. എപ്പോഴും എല്ലാ കാര്യമൊന്നും കാണണം നിർബന്ധമില്ല, നിങ്ങൾ നടക്ക്, എല്ലാം ക്വയറ്റ് ആയിരിക്കാം, നടക്ക്. പക്ഷേ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഹി ഫെൽറ്റ് വെരി ടയേർഡ്, ഭയങ്കര ക്ഷീണിച്ചു. എന്നിട്ട് പറഞ്ഞു, ദൈവമേ എനിക്ക് മുമ്പോട്ട് പോകാൻ ഒക്കുന്നില്ല, എനിക്കിച്ചിരി വെള്ളം വേണം, ഐ ഹാവ് ടു സ്റ്റോപ്പ് ഹിയർ, എനിക്കിവിടെ നിന്നേ പറ്റുള്ളൂ, ഐ കൻ നോട്ട് ടേക്ക് ഈവൻ വൺ സ്റ്റെപ്പ് ഫോർവേഡ്. എൻ്റെ അവസ്ഥ അങ്ങനെ, എൻ്റെ ശരീരം മുഴുവൻ ക്ഷീണിക്കുന്നു, ഞാൻ ഇത്രയും നാൾ നടന്നു എൻ്റെ ശരീരം മുഴുവൻ ക്ഷീണിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു, എനിക്കൊരു വെള്ളം പോലും, മരുഭൂമിയാണ്, വെള്ളം പോലും കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോഴത്തേട്ട് അയാൾ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ അവിടെ 2-3 കാക്ടസും ഈ ഡെസേർട്ട് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്നതാണ്. ഈ ഡെസേർട്ട് പ്ലാന്റ്സ് ഒക്കെ നിൽക്കുന്ന കാണുമ്പം പുള്ളി പറയും, ദൈവമേ അവിടെ വെള്ളമുണ്ട്, ഞാൻ ചിലപ്പോൾ അവിടെ നിർത്തി ഒന്ന് വെള്ളം കുടിക്കട്ടെ. അപ്പം ദൈവം പറയും, നോ, ഡോണ്ട് സ്റ്റോപ്പ് ദേ, നീ നടക്ക്, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, എൻ്റെ കൃപ മതി നിനക്ക്, നീ നടക്ക് എന്ന് പറയും. അപ്പം പറയും, കർത്താവ് എനിക്ക് ഒക്കത്തില്ല, ഐ കൻ നോട്ട് ഡൂ ഇറ്റ്, ഐ കൻ നോട്ട് വാക്ക്, ഐ എം ടയർഡ് എന്ന് പറയും. അപ്പം ദൈവം പിന്നെയും പറയും, നോ, യു ജസ്റ്റ് വാക്ക്, യു ഹാവ് ടു വാക്ക്, യു ഹാവ് ടു വാക്ക്. ഹി സെഡ്, നോ, ഞാനിപ്പോൾ ഇവിടെ നിർത്താമെങ്കിൽ, ഞാനിവിടെ നിൽക്കാമെങ്കിൽ എനിക്ക് ആ ഡെസേർട്ട് പ്ലാന്റ്സ് സ്ക്വീസ് ചെയ്ത്, ആ ഡെസേർട്ട് പ്ലാന്റ്സിന് വാട്ടർ ഉണ്ട്, ആ ഡെസേർട്ട് പ്ലാന്റ്സിൻ്റെ വാട്ടർ എനിക്ക് എടുക്കുമ്പോൾ എനിക്ക് ആ വെള്ളം കുടിക്കാൻ നോക്കും, എൻ്റെ തേഴ്സ്റ്റ് മാറും, എനിക്ക് ദാഹം മാറും, ദെൻ ഐ ക്യാൻ വാക്ക്, അപ്പോൾ എനിക്ക് ഇച്ചിരി എനർജി കിട്ടും, എനിക്ക് വാക്ക് ചെയ്യാം, സോ ഐ ഹാവ് ടു സ്റ്റോപ്പ് യു. ഗോഡ് സെഡ്, നോ, ഐ ആം യുവർ സ്ട്രെങ്ത്, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ വേ, നീ നടക്കാൻ പറയും. ദൈവം പറഞ്ഞല്ലേ. അവൻ സെഡ്, ഓക്കെ ഫൈൻ. അവൻ മനസ്സോടെ ആ കാക്ടസ് പ്ലാന്റിലെ വെള്ളം നോക്കി, അയ്യോ അത് കുടിക്കാൻ ഒത്തിരുന്നെങ്കിലെന്നൊക്കെ നോക്കി, പക്ഷേ ദൈവം പറഞ്ഞല്ലേ എന്ന് ഓർത്ത് അങ്ങ് നടക്കും. ഓക്കെ, നടന്ന് ചെല്ലുമ്പോഴത്തേക്ക് ഒരു ഹില്ല് കാണും, ഒരു ചെറിയ ഈ മണലിൻ്റെ ഒരു ചെറിയ ഹില്ല് കാണും. ആ ഹില്ല് കാണുമ്പോഴത്തേക്ക് ഞാൻ പറയും, ദൈവമേ ഐ കനോട്ട് ക്രോസ് ദിസ്, ഞാൻ ഓൾറെഡി ടയേർഡാണ്, എനിക്ക് ഈ കുന്ന് കയറാനുള്ള ശേഷിയില്ല. അപ്പോഴും ദൈവം പറയും, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ വേ, മൈ സ്ട്രെങ്ത് ഈസ് ഇനഫ്, ഐ ആം ദെയർ ഫോർ യു എന്ന് പറയും. ആ സാർ ഓക്കെ ഫൈൻ, ദൈവം പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് പിന്നെയും പുറകോട്ടൊന്ന് നോക്കി, ആ ചെടി, ആ കാക്ടസിലെ വെള്ളം കുടിക്കാൻ ഒത്തിരുന്നെങ്കിൽ എന്നൊക്കെ നോക്കിയിട്ട് പിന്നെയും സാർ സാരമില്ല, ദൈവം പറഞ്ഞല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങും. അങ്ങനെ മുന്നോട്ട് നീങ്ങി പുള്ളി ആ സാൻഡിൻ്റെ അത് കടക്കും, അത് ക്രോസ് ചെയ്യും. അത് ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് പുള്ളി അത് ക്രോസ് ചെയ്യാനായിട്ട് അതിൻ്റെ മേളിൽ കയറും. ഏറ്റവും മേളിൽ ചെന്ന് അപ്പുറേ സൈഡ് നോക്കുമ്പോഴാണ് അവിടെ പുള്ളി കാണുന്ന ഒരു ഒയാസിസ് ആണ്. ഹി സോ ആൻ ഒയാസിസ് ദേ. ഒയാസിസ് എന്താണെന്ന് എല്ലാവരും അറിയാമല്ലോ, ഡെസേർട്ടിൽ ഒരുപാട് ഏരിയയിൽ വെള്ളം, അവിടെ ഫ്രൂട്ട്സും കഴിക്കാൻ ആഹാരവും ഒക്കെ ഒരുപാട് ഏരിയയിൽ വെള്ളവും കണ്ട്. ആൻഡ് ഹി വാസ് ലൈക്ക്, ഓ മൈ ഗോഡ്, ഓൾ മൈ വെയിറ്റിംഗ്, ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തത് എന്നെ ഡിലേ ചെയ്യിപ്പിച്ച് എന്നെ നടത്തിയതിന് ഈ ഒയാസിസിൽ കൊണ്ട് എത്തിക്കാനാണെന്ന് അയാൾക്ക് മനസ്സിലാവും. അപ്പം ദ മോറൽ ഓഫ് ദ സ്റ്റോറി ഈസ്, ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു ലൈഫ് ഇപ്പോൾ ആ ഒരു പോക്കാണ്. ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട്, ഞാൻ ഭയങ്കര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ ഒന്ന് സ്ലോ ആക്കിപ്പിച്ചിട്ട് പറയാം, ഐ ആം ദേ, മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു, നീ ഇരിക്കുക. ആൻഡ് ഐ ആസ്ക്ഡ് ലോർഡ്, വാട്ട് ആം ഐ ഗോയിങ് ടു ഡു? ഞാനിങ്ങനെ സ്ലോ ആയിപ്പോയി, വാട്ട് ടു ബി ഡൺ എന്ന് പറയുമ്പോൾ ഹി സെഡ് ലൈക്ക്, വായിക്കുക, പഠിക്കുക. ഹി ഈസ് ആസ്ക്ഡ് മീ ടു റീഡ്, ഹി ഈസ് ആസ്ക്ഡ് മീ ടു ലേൺ. പഠിക്കുക, വായിക്കുക, ലേൺ. ദി ഒയാസിസ് ഇസ് ദെയർ ഇൻ ഫ്രണ്ട് ഓഫ് യു. വിശ്വാസത്തിൽ അത് കാണാൻ. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഈ സെയിം മെസ്സേജാണ്. നമ്മൾ പലപ്പോഴും ആ മരുഭൂമിയിലെ കാക്ടസാണ് കാണുന്നത്. ആ കാക്ടസ് കാണാൻ നിൽക്കണ്ട, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ഒയാസിസ് മുന്നിലുണ്ട്.
ഇച്ചിരി താമസം ഉണ്ടായിരിക്കും, ചിലപ്പോൾ ചില ഡിലേസ് വരും, ചിലപ്പോൾ നമ്മളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യും. നമ്മൾ തന്നെ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ എൻ്റെ ദൈവം സ്ലോ ഡൗൺ ചെയ്തത്, നമ്മൾ തന്നെയൊക്കെ വിചാരിക്കും അത്. ബട്ട് ഇറ്റ്സ് ഓക്കെ ടു സ്ലോ ഡൗൺ. ഒരുപാട് റഷ് ഉള്ളപ്പം ആ റഷ് മാറി ഇറ്റ് ഈസ് ഓക്കെ ടു സ്ലോ ഡൗൺ എ ബിറ്റ് ഇൻ ബിറ്റ്വീൻ. അങ്ങനെ സ്ലോ ചെയ്യുന്നത് പല കാര്യങ്ങളും പഠിക്കാനും മുമ്പോട്ടുള്ള ആ ഓട്ടത്തിന് ഇവിടെ എനർജി നമ്മൾ സേവ് ചെയ്യിപ്പിക്കും. അതായത് ചില കാര്യങ്ങൾ ഇവിടെ നമ്മളെ ഇരുത്തി പഠിപ്പിക്കും, അവിടെ ഇരുത്തി പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള വലിയ കാര്യങ്ങളോ വലിയ ഒയാസിസിലേക്ക് നമുക്ക് ചെല്ലാനൊക്കെ ഒക്കുള്ളൂ. സോ ഇതുപോലെ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്കിപ്പോൾ ഒരു കാംനെസ് ആണെങ്കിൽ, ഒരു ചെറിയതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ദർ ഈസ് എ റീസൺ ബിഹൈൻഡ് ദാറ്റ്. ഫൈൻഡ് യുവർ ഒയാസിസ്, ഡോണ്ട് മിസ് യുവർ ഒയാസിസ്. ആ ഒയാസിസ് ഈ ഒരു കാക്ടസിനെ നോക്കി നിന്ന് മിസ്സാകണ്ട, മനസ്സിലായോ? ജസ്റ്റ് ഗോ ഫോർ ഇറ്റ് ആൻഡ് റീച്ച് ദേ. His grace is sufficient for you, His strength is sufficient for you. അതാണ് ദൈവം പറഞ്ഞത്. ട്രസ്റ്റ് ഹിം, മൂവ് ഫോർവേഡ്. സ്റ്റക്കായെന്ന് വിചാരിക്കണ്ട. ട്രസ്റ്റ് ഗോഡ്, മൂവ് ഫോർവേഡ്. ട്രസ്റ്റ് ദ ലോർഡ്, മൂവ് ഫോർവേഡ്. മനസ്സിലായോ?